എന്താ അച്ഛമ്മയോടെ പോയി ചേട്ടത്തി? ക്ലീറ്റോ ഒരു സാരി മേടിക്കാൻ പോയേക്കോടാ, മറ്റുള്ളവർക്ക് എടുത്തോണ്ട് പോവാനേ. അച്ഛാ, ക്ലീറ്റോ ചേട്ടൻ എന്റെ ആങ്ങളെയാണെങ്കിൽ ഇനിയും ഞാൻ സാരി എടുത്തോണ്ട് പോകും. റൊണാൾഡേ, ഓ സാരി എടുക്കാൻ വേണ്ടി 2 കാലില് വരൂലേ, എന്നിട്ട് തിരിച്ച് സാരിയും കൊണ്ട് ഇറങ്ങി പോകുമ്പോഴേ കാലിന്റെ മുട്ട അവിടെ കിടക്കും, തല്ലി ഞാൻ ഒടിക്കും. അച്ഛാ, ഓ എന്റെ കൈക്ക് വല്ല കുരുവുണ്ടാ? എന്റെ കൈ പൊങ്ങൂല്ലേ? റൊണാൾഡേ, ഓ അല്ലെങ്കിലേ സാരി എടുത്തോണ്ട് പോയപ്പോ മനസ്സിലായി ആ കയ്യിൽ ഒരു കുരുവില്ലാന്ന്. പിന്നെ റൊണാൾഡേ, ഓ എടുത്തോണ്ട് പോണതൊക്കെ പോട്ട്, ഇത് ഉടുക്കണോന്ന് കാണണമല്ലോ, ഒളിപ്പിച്ച് വെക്കാനേ പറ്റുള്ളൂ. അച്ഛാ, ഞാൻ ഒരു സ്ഥലത്തും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. എന്റെ ബെഡ്റൂമിൽ എന്റെ അയയിൽ ഞാൻ നല്ല വിടർത്തിയിട്ടിട്ടുണ്ട്. റൊണാൾഡേ, അത് തന്നെയാ പറഞ്ഞത്, വിടർത്തി ഇങ്ങനെ ഇട്ട് കാണാം, അതെടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റൂലല്ലോ. ഓഹോ, മുറ്റത്തല്ല, റോഡേ കൂടെ പോയി ഡാൻസ് ക്ലാസ്സിലോട്ടാ പോണത് ഇത് കൊടുത്തോണ്ട്. എന്താണെന്നറിയോ, ഡാൻസ് ക്ലാസ്സിൽ ഒരു കുഞ്ഞു ഫംഗ്ഷൻ ഉണ്ട്. അത് നിന്റെ വ്യാമോഹാണ് മോളെ, വ്യാമോഹം. നീ അത് റൊണാൾഡേ, നീ ഒരു കാര്യം ചെയ്, അലമാരിയില് ഒരു 150 രൂപ ഇരിപ്പുണ്ട്, അതിന് കിട്ടണ കരിയോയിൽ മേടിച്ചിട്ടോ. നീ ആ സാരി ഉടുത്ത് പടിയുടെ പുറത്തോട്ട് ഇറങ്ങിയ തലവഴി ഞാൻ ഒഴിക്കും മോളെ, കരിയോയില് ഒഴിക്കോ? ആ ഒഴിക്കോ. എന്നാൽ അതൊന്ന് കാണാനല്ല. അച്ഛാ, ബെഡ്റൂമില് എന്റെ ബാഗ് ഇരിപ്പുണ്ട്. ആ ബാഗിൽ നിന്ന് ഒരു 200 രൂപ എടുത്തിട്ട് ഒരു 2 മുഴം മുല്ലപ്പൂ വാങ്ങിച്ചിടുക. ആ മുല്ലപ്പൂ എടുത്തോണ്ടാ ഞാൻ പോണത്. ആരാ കരിയോയിൽ ഒഴിക്കുന്നത് എനിക്കൊന്ന് കാണാം. ഞാൻ ഒഴിക്കോടി, എന്റെ പേര് തങ്കോന്നാണെങ്കിൽ നീ കരിയോയിൽ കുളിച്ചു നിൽക്കും. ആണോ? ആരാണ് കരിയോയിൽ കുളിക്കാൻ പോണെന്ന് കാണിച്ചു തരാം ഞാൻ. നീ എന്താ ഇത്ര എന്നെ കാണിക്കാൻ പോണത്? നീ എന്താ കാണിക്കാൻ പോണെന്ന് പറഞ്ഞു? നീ എന്താ കാണിക്കാൻ പോണെന്ന്? എന്താ കാണിക്കുന്നത്? നീ എന്റെ സാരി എടുത്തിട്ടല്ലേ പോയത്? കാണാം, എടുക്കണ്ടോടാ. നല്ല ഫ്രഷ് മുല്ലപ്പൂ വാങ്ങിക്കണം. ചെല്ലുപോ, പൈസ എടുത്തരാം. ബാ, ഞാൻ ആദ്യം പൈസ